അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും അധികം നന്ദി പറയാനുള്ളത് ഷാനവാസിനോടാണ്. എന്നെ ഞാനാക്കി മാറ്റിയതിൽ ഒരുപാട് ആളുകളുടെ പേര് പറയുന്നതിനേക്കാൾ ഒരു പേരിലേക്ക് ചുരുങ്ങുകയാണെങ്കിൽ അത് ഷാനവാസ് തന്നെയായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഷാനവാസ്. ഞാൻ വ്യക്തിപരമായിട്ട് സോറി പറയാൻ ആഗ്രഹിക്കുന്നത് ഷാനിക്കയാണ്. ഫസ്റ്റൊക്കെ ഞാൻ വിചാരിച്ചത് അങ്ങനെ നല്ലൊരു ഉഗ്രവിഷമുള്ള ഒരു പാമ്പാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം നമുക്ക് പയ്യെ മനസ്സിലായത് വളരെ ശുദ്ധമായിട്ടുള്ള ആളാണ്. എനിക്ക് താങ്ക്സ് പറയേണ്ടത് ലാസ്റ്റ് വീക്കിന്റെ തൊട്ട് മുന്നേ വരെ, ടിക്കറ്റ് ഫിനാലിന് മുന്നേ വരെ എൻ്റെ എല്ലാ ടൗൺ സമയത്തും എന്നെ മെന്റലി സപ്പോർട്ട് ചെയ്തത് ആയിരനാണ്. ആയിരത്തി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ സ്ക്രീൻ സ്പേസ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് എന്നോട് സംസാരിക്കാതെ മാറിയുന്ന ആൾക്കാർ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എടുത്തു പറയാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ രേണു ചേച്ചി. രേണുച്ചിയുടെ കാര്യത്തിലാണ് അന്ന് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ഹൈജീന്റെ പ്രശ്നം. അപ്പൊ എനിക്ക് അവൾ പേരിന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിഷമമുണ്ട്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എനിക്കൊരു പ്രശ്നമില്ല, അത് അതൊക്കെ അപ്പഴേ മറന്നിട്ടോ. നന്ദി പറയുകയാണെങ്കിൽ എനിക്കിവിടെ വന്നപ്പോ ഇപ്പൊ ശൈത്യായിരുന്നു, എനിക്ക് നല്ലൊരു ഫ്രണ്ടായിരുന്നു. ശൈത്യ പോയതിനു ശേഷം ശൈത്യ എല്ലാ സമയത്തും എനിക്ക് ആദ്യം കൂടെ ഇപ്പോഴും കുറെ നടന്ന് കിട്ടുന്നതും എന്റെ കൂടെ സ്നേഹത്തിൽ നിൽക്കുന്നതും പിന്നെ എന്താ പറയണ്ടേ എന്നെ മെന്റലി സപ്പോർട്ട് ചെയ്യുന്നതും അവിടുത്തെ എനിക്ക് കൂടുതൽ നന്ദി പറയണ്ടേ. എനിക്ക് അത് സോറി പറയാനായിട്ടുള്ളത് ആര്യനോടാണ്. മണി വീക്കില് ഒരു എൻഡ്യൂറൻസ് ടാസ്ക് ഉണ്ടായിരുന്നു. ബോൾ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്ന മൈദമാവ് തലയിൽ വീഴണ ഒരു സംഗതി ഉണ്ടായിരുന്നു. ഞാനും അവനും ഡബിൾ മീനിങ് നല്ലോണം അടിക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾക്ക് തമ്മിലൊരു വൈബുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ മനസ്സിലാവും. അപ്പൊ എനിക്ക് അവൻ ഞാനൊക്കെ പറഞ്ഞാൽ എന്റെ ഉള്ളിൽ എനിക്കറിയാം അവനെങ്ങനെയാണെന്ന്, എനിക്കറിയാതെ കൂടുതലും ആ ഒരു ഇതില് എന്താ പറയാ 100 അങ്ങനെ നിന്നപ്പോ അവിടെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ട്, അതായത് നൂറിന്റെ വയറ് കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെ നോക്കിട്ട് ഇങ്ങനെ ഒരു സംഗതി ഇട്ടതായിട്ട് ഉള്ളൊരു സംഗതി ഇപ്പോൾ ചെറുതായിട്ട് പറഞ്ഞപ്പോ ഞാനെന്തോ വൾഗറായിട്ടെന്തോ ഭയങ്കര എന്തോ സംഗതി ഉണ്ടായി അങ്ങനെ ഒരു സംഗതി വിചാരിച്ച് പിന്നീട് സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് അവൻ അത് കാണിച്ചത് വെറുതെ നമ്മള് എല്ലാവരും ഇങ്ങനെ കാണിക്കുന്നത് നമ്മൾ അങ്ങോട്ട് ഇവിടെ അടിക്കലും കെട്ടിപ്പിടിക്കലൊക്കെ ഉള്ളതാണ്. അവൻ അങ്ങനത്തെ ഒരു മീനിങ് എടുത്ത് പറയുന്ന വ്യക്തിയല്ല. അപ്പൊ അത് എനിക്കുള്ളൊരു വെയിറ്റ് ആയിരുന്നു. ഇനി അടുത്തത് എനിക്ക് നന്ദി പറയാനുള്ളത് അനുമോളോടാണ്. ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണെന്ന് അനുമോൾ എന്നെ പഠിപ്പിച്ചു.